ഞാനിപ്പോഴും പറയുന്നു, ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരാമർശത്തിലുണ്ടായിരുന്ന പേരുകളുണ്ടായിരുന്ന പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും RC എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ അവർക്ക് ഉമ്മൻചാണ്ടി, OC എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി, അവരോട് എന്ത് സമീപനമാണോ ഞാൻ സ്വീകരിച്ചത്, സെയിം സമീപനമാണ് പിണറായി വിജയനോട് സ്വീകരിച്ചത്. കാരണം ആ പണത്തിലെ മുഖ്യ പങ്ക് പിണറായി വിജയനാണ് വാങ്ങിയത് എന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പോർഷൻ വെച്ചിട്ടല്ല എൻ്റെ കേസ് ബിൽഡ് ചെയ്തത്. വീണ വിജയൻ വാങ്ങിയ പണത്തിൻ്റെ ബേസിലാണ് എൻ്റെ കേസ് ബിൽഡ് ചെയ്തത്. അതിന് കാരണം ഡയറി നോട്ടിങ്സിൽ ഉള്ളത് തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞാലും, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാലും, രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞാലും, ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞാലും ഡയറി നോട്ടിങ്സിലാണ് ആ പേര് വന്നത്. ഡയറി നോട്ടിങ്സിലുള്ള പേര് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കെ ഞാൻ അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റിൽ പിണറായി വിജയൻ പണം വാങ്ങിയതായി എനിക്ക് അലജിയായിരുന്നു. ഞാൻ പറഞ്ഞത് വീണ വിജയൻ വാങ്ങിയ പണം നോബഡി ക്യാൻ ഡിനൈ, ആരും ഡിനൈ ചെയ്തിട്ടില്ല. അത് അവരും ഡിനൈ ചെയ്തിട്ടില്ല, അത് വിജിലൻസും ഡിനൈ ചെയ്തിട്ടില്ല, ഈവൻ കോടതിയും ഡിനൈ ചെയ്തിട്ടില്ല. കാരണം അത് ബാങ്കിങ് ചാനലിൽ വാങ്ങിയ പണമാണ്. സോ ഐ കുഡ് ഓൺലി ബിൽഡ് മൈ കേസ് ഓൺ എ സോളിഡ് ബേസിസ്. അതുകൊണ്ടാണ് വീണ വിജയൻ്റെ കേസ് പറയും, മറ്റു കാര്യങ്ങൾ പരാമർശിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിണറായി വിജയൻ പണം വാങ്ങി എന്ന് പറഞ്ഞ് ആ ലൈൻ മാത്രം എടുത്ത് എനിക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യായിരുന്നു. ഞാനത് ബിൽഡ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് വീണ വിജയൻ പണം വാങ്ങി എന്നുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കേസ് കൊടുത്തത് എനിക്ക് പിണറായി വിജയൻ്റെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടോ അവരെ ടാർണിഷ് ചെയ്ത് അവരെ ഇത് ചെയ്യണമെന്നോ ഓർത്തിട്ടല്ല. ഞാൻ ഈ കേസിനിറങ്ങിയത്, ഈ പോരാട്ടത്തിനിറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നോ ഡൗട്ട് എനിക്ക് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല, ഒരു കോസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ദിവസമുള്ള അനുഭവം വെച്ചിട്ട് പറയുന്ന ഒരു കാര്യം, എന്നോട് ഇതിനു മുമ്പും വളരെ വിസ്ഡം അല്ലെങ്കിൽ വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എത്രയോ സത്യമാണ് ഞാൻ വരിക. അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്. യു ക്യാൻ ബി എ ഫെയർ പേഴ്സൺ, യു ക്യാൻ ബി എ ജെന്റിൽ പേഴ്സൺ. ഒരു നോൺ കറപ്റ്റായ അഴിമതിക്കാരനല്ലാത്ത ഒരു പൊതുപ്രവർത്തകനോ ഒരു ജനപ്രതിയോ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഹാർഡ് ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. യു വിൽ ഫേസ് സെവറൽ ഇംപിഡിമെൻറ്റ്സ്. അതാണ് ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. ഞാൻ ഇന്നലത്തെ ദിവസം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഹോൾ ഡേ. ഇന്നലത്തെ ദിവസം ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇന്നലത്തെ ദിവസം എൻ്റെ ഒരു ക്രൂസിഫിക്കേഷനാണ് യഥാർത്ഥം നടന്നത്. ഇന്നലെ എല്ലാവരും പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ പരിശോധിച്ചപ്പോൾ അതിന് വേണ്ടത്ര തെളിവുകളില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കെതിരായി പറയാവുന്ന എല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതി പൊതുജനങ്ങളോട് പറഞ്ഞു എന്നതും പൊതുജനങ്ങളോട് പറഞ്ഞ കാര്യം ഇതിൻ്റെ നിയമപരമായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് പരിശോധിക്കേണ്ട വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇതിപ്പോൾ കോടാനുകോടി അഴിമതി വാങ്ങിയവരെക്കാളും ഈ അഴിമതി ചോദ്യം ചെയ്ത ഞാൻ എന്തോ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പാതകം ചെയ്ത പോലെയാണ് ഇന്നലത്തെ പല പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങളും കാണാൻ എനിക്ക് ഇടയായത്. എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൻ്റെ അകത്ത് പരാതിയില്ല. പക്ഷേ ഇതാണ് അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയാലുള്ള ഒരവസ്ഥ എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് പറഞ്ഞു. ഒടുവിലിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതിനിറങ്ങിയതുകൊണ്ട് എനിക്ക് നേരെ ഒരു 5 or 8 അന്വേഷണങ്ങളുണ്ട്. എനിക്ക് നേരെ വിജിലൻസ് കേസുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തുടങ്ങിയിരുന്ന പണിക്ക് സ്റ്റോപ്പ് മെമ്മോയുണ്ട്. എൻ്റെ പ്രോപ്പർട്ടീസിനെതിരെ അന്വേഷണവും കേസും നിലവിലുണ്ട്. ഇതെല്ലാം എനിക്ക് നേരെ വന്നതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്, പക്ഷെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒട്ടും എളുപ്പമല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. 100% ശരിയാണ്.